പ്രിയമുള്ളവരെ, യഥാർത്ഥത്തിൽ സ്വതന്ത്ര സമുദായം എന്ന പുസ്തകം മറ്റേതെങ്കിലും പുസ്തകത്തോട് താരതമ്യപ്പെടുത്താൻ കഴിയുമെങ്കിൽ അത് ഡോക്ടർ ബി.ആർ. അംബേദ്കർ എഴുതിയ അനിഹിലേഷൻ ഓഫ് കാസ്റ്റിനോടാണ് താരതമ്യപ്പെടുത്താൻ കഴിയുക. കാരണം എന്താണ് സ്വതന്ത്ര സമുദായം മുന്നോട്ട് വെക്കുന്ന ആശയം? സ്വതന്ത്ര സമുദായം മുന്നോട്ട് വെക്കുന്ന ആശയം ജാതി നിർമൂലനമാണ്. സമ്പൂർണമായി ജാതി നിർമൂലനം ചെയ്യപ്പെട്ടാൽ മാത്രമേ സമുദായം എന്ന് പറയുന്ന ഒരസ്തിത്വം സൃഷ്ടിക്കപ്പെടുകയുള്ളൂ എന്നാണ് ഈ മാധവൻ നമ്മളോട് പറയുന്നത്. എന്താണ് ജാതിയും സമുദായവും തമ്മിലുള്ള വ്യത്യാസം? ജാതിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ജാതി ഇന്ത്യൻ സമൂഹത്തിൽ ശ്രേണീകരിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മുകളിലേക്ക് പോകുന്തോറും ആഢ്യത്വവും താഴേക്ക് പോകുന്തോറും മ്ലേച്ഛത്വവും ഉള്ളൊരു വ്യവസ്ഥാക്രമത്തിൻ്റെ പേരാണ് ശ്രേണീകൃത അസമത്വം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ജാതികളെ ക്രമീകരിച്ചിട്ടുള്ളത്. പക്ഷേ സമുദായം എന്ന് പറയുന്ന സങ്കല്പം അടിസ്ഥാനപരമായി ഈ അസമത്വ ശ്രേണീകരണത്തെ സമ്പൂർണമായി മറികടന്നുകൊണ്ട് ഒരു സ്വതന്ത്ര അസ്തിത്വമുള്ള ഒരു സാമൂഹ്യ ഭാവന മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ്. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ, ഈ മാധവൻ്റെ സ്വതന്ത്ര സമുദായം എന്ന് പറയുന്ന ആശയം ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഇപ്പോഴും തുടരുന്ന ശ്രേണീകൃത അസമത്വ ഭാവനകൾക്കെതിരായ ഒരു ബദൽ സാമൂഹ്യ ഭാവനയുടെ പേരാണ് സ്വതന്ത്ര സമുദായം എന്ന് പറയുന്നത്. കാരണം അതുവരെ അങ്ങനൊരു സ്വതന്ത്ര സമുദായം എന്ന് പറയുന്ന സമുദായ സങ്കല്പം നിലനിന്നിട്ടേ ഇല്ല. കാരണം സമുദായങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല. സമുദായങ്ങളെ ഇന്ത്യയിൽ ജാതികളായി അടയാളപ്പെടുത്തും എന്നുള്ളതാണ്. എല്ലാവരും ജാതികളാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ജാതികളുടെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അത് പരസ്പരം വെള്ളം കടക്കാത്ത അറകളെ പോലെ അതേ സമയത്ത് തന്നെ ഒരു ഏണി പോലെ ശ്രേണീകൃതത്വം നിലനിൽക്കുന്നൊരു വ്യവസ്ഥ. അങ്ങനെ വ്യവസ്ഥാക്രമം നിലനിൽക്കുമ്പോഴാണ് ഇത് യഥാർത്ഥത്തിൽ ജാതികളല്ലെന്നും സമുദായങ്ങളാണ് എന്ന് പറയുന്ന ഒരു ഭാവന, സാമൂഹ്യ ഭാവന ഈ മാധവൻ മുന്നോട്ട് വെക്കുന്നത്. അതാണ് അതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. നാരായണ ഗുരുസ്വാമികൾ ഇങ്ങനെ ഒരു സാമൂഹ്യ ഭാവനയിലേക്ക് ആളുകളെ സ്വീകരിക്കുന്നുണ്ട്. അത് പിച്ചനാട്ട് പണിക്കർ ക്രിസ്തുമതം സ്വീകരിക്കാനിരുന്നൊരു പശ്ചാത്തലമുണ്ട്. അങ്ങനെ പിച്ചനാട്ട് പണിക്കർ കഴിഞ്ഞുകൂടുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം ഈഴവ സമുദായം എന്ന് പറയുന്ന സമുദായത്വത്തിലേക്ക് പിച്ചനാട്ട് പണിക്കർ വഴുന്നത്. നാരായണ ഗുരു ഉൾപ്പെടെ പങ്കെടുക്കുന്ന വലിയ പരിപാടിയാണ് ചങ്ങനാശ്ശേരിയിൽ അന്ന് അരങ്ങേറിയത്. ഗുരു പറഞ്ഞു, നമ്മുടെ സമുദായ സംഘടന എല്ലാ മനുഷ്യരെയും ഒന്നായി ചേർക്കുന്നതാകുന്നു. ഇതായിരുന്നു സമുദായ ഭാവനയുടെ ഏറ്റവും വിമോചനാത്മകമായ ഒരു സങ്കല്പം. നാരായണ ഗുരു മുന്നോട്ട് വെക്കുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ സമുദായ സംഘടന എല്ലാ മനുഷ്യരെയും ഒന്നായി ചേർക്കുന്നതാകുന്നു എന്നാണ് ഗുരു പറഞ്ഞത്. എന്താണ് സ്വതന്ത്ര സമുദായത്തിൻ്റെ ഇന്നത്തെ പ്രാധാന്യം? അന്നത്തെ ഏത് പ്രാധാന്യമാണ് ഇന്നും തുടരുന്നത്? യഥാർത്ഥത്തിൽ സ്വതന്ത്ര സമുദായം പ്രാതിനിധ്യ ജനാധിപത്യത്തിന് വേണ്ടിയുള്ളൊരു പുസ്തകമാണ് എന്നുള്ളതാണ് ആദ്യമായി തിരിച്ചറിയേണ്ടത്. അത് ഇതിൻ്റെ ആമുഖത്തിൽ തന്നെ വളരെ വ്യക്തമായിട്ട്, വളരെ കൃത്യമായിട്ട് ഈ മാധവൻ പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം ഹിന്ദുക്കൾ എന്ന പേരിൽ ഈഴവരെയും പുലയരെയും പറയരെയും എല്ലാം സ്ഥാനപ്പെടുത്തുകയും അധികാരം മുഴുവൻ സവർണർ കുത്തകയാക്കി വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പിന്നെ ഇവരൊക്കെ എങ്ങനെ ഹിന്ദുക്കളാവും? അങ്ങനെ ഹിന്ദുക്കളാവത്തില്ലല്ലോ. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ സ്വതന്ത്ര സമുദായം ഡോക്ടർ ബി.ആർ. അംബേദ്കർ എഴുതിയ അനിഹിലേഷൻ ഓഫ് കാസ്റ്റിന് തുല്യമാണ് എന്ന് പറയാൻ കാരണം എന്താണ്? ഡോക്ടർ ബി.ആർ. അംബേദ്കർ അനിഹിലേഷൻ ഓഫ് കാസ്റ്റിലൂടെ ലക്ഷ്യമിട്ടത് അനിഹിലേഷൻ ഓഫ് ബ്രാഹ്മണ്യമാണ്. അനിഹിലേഷൻ ഓഫ് ജാതി നിർമൂലനമാണ് എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ്യ നിർമൂലനമാണ്. എന്താണ് ബ്രാഹ്മണ്യം എന്ന് ഡോക്ടർ ബി.ആർ. അംബേദ്കർ നിർവചിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയുടെ നിഷേധസ്ഥാനമാണ് ബ്രാഹ്മണ്യം എന്ന് ഡോക്ടർ ബി.ആർ. അംബേദ്കർ പറയുന്നുണ്ട്. ഇവിടെ സ്വതന്ത്ര സമുദായത്തിലൂടെ ഈ മാധവനും ചെയ്യുന്ന എന്താണ്? ഹിന്ദുമതം എന്നറിയപ്പെടുന്ന ഈ ബ്രാഹ്മണ മതം സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയുടെ നിഷേധസ്ഥാനമാണെന്നാണ് വളരെ കൃത്യമായിട്ട് തെളിവുകൾ നിരത്തി പറഞ്ഞു വെക്കുന്നത്. ഡോക്ടർ ബി.ആർ. അംബേദ്കർ മതപരിവർത്തനം നടത്തുന്നുണ്ട് ബുദ്ധമതത്തിലേക്ക്. എന്താണ് ആ പരിവർത്തനം നടത്താനുള്ള പ്രധാനപ്പെട്ട കാരണം?
അത് ഈ ബ്രാഹ്മണ മതത്തിൻ്റെ ഹിംസാത്മകമായ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും അധികാരത്തിലൂടെയും സാമൂഹികമായ ജീവിത രീതിയിലൂടെയും ഒക്കെ നിരന്തരം പുലർത്തിപ്പോരുന്ന പുറന്തള്ളൽ ഹിംസ സഹിക്കവയ്യാതെ ദളിത് ജനതയുടെ വിമോചനത്തിനായിട്ട് ഹിന്ദുമതം ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇതേ ആശയമാണ് ആരും കാണുന്നത് സ്വതന്ത്ര സമുദായത്തിലൂടെ ഈ മാധവന് മുന്നോട്ട് വെക്കുന്നത്. ഈ മതത്തിൽ തുടർന്നിട്ട് കാര്യമില്ല. ഇത് അടിസ്ഥാനപരമായി എന്താണ്? പിന്നോക്ക ജനതയുടെ, ദളിത് ജനതയുടെ, അവർണ ജനതയുടെ വിമോചന സ്വപ്നത്തെ സമ്പൂർണ്ണമായി റദ്ദ് ചെയ്യുകയും തകർക്കുകയും ചെയ്യുന്ന ഒരാശയാവലിയാണ് ഈ ബ്രാഹ്മണ മതം തുടരുന്നത് എന്ന് ഡോക്ടർ അംബേദ്കറെ പോലെ തന്നെ ഈ മാധവൻ കണ്ടെത്തുകയാണ്. അത് നിസ്സാരമായൊരു കാര്യമല്ല. തന്നെയല്ല, ആദ്യമായിട്ട് നമ്മൾ ഇതിൻ്റെ ഈ സമുദായം എന്ന് പറയുന്ന സങ്കല്പത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നാരായണ ഗുരുവിനെ സംബന്ധിച്ച് ഞാൻ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ പാമ്പാടി ജോൺ ജോസഫ് പ്രജാസഭയിൽ സമുദായം എന്ന് പറയുന്നൊരു സങ്കല്പം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിനു മുമ്പ് ജാതി എന്ന് പറയുന്ന രീതിയിൽ അടയാളപ്പെടുത്തിയപ്പോൾ ജാതി എന്നിനിയും പറയരുത്, സമുദായം എന്ന് പറയണമെന്നും ചേരമർ സമുദായം എന്ന് മാത്രമേ പ്രയോഗിക്കാവൂ എന്നും പാമ്പാടി ജോൺ ജോസഫ് പ്രത്യേകമായി പ്രജാസഭയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ സ്വതന്ത്ര സമുദായത്തിൻ്റെ മറ്റൊരു നിലയ്ക്കുള്ള പരിവർത്തനം നമുക്ക് നാരായണ ഗുരുവിൻ്റെ ജീവിതത്തിലും പ്രയോഗത്തിലും ഒക്കെ തന്നെ കാണാം. ഗുരു പറയുന്നുണ്ടല്ലോ, നാം ജാതിമത ഭേദങ്ങൾ വിട്ടിട്ടിപ്പോൾ ഏതാനും സംവത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ചില ആളുകൾ സ്വതന്ത്ര സമുദായത്തിനെതിരെ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാദമെന്ന് പറയുന്നത്, സ്വതന്ത്ര സമുദായം ഈഴവർക്കിടയിൽ ഒരു മതപരമായ ആധ്യാത്മിക ബോധത്തെ സമ്പൂർണ്ണമായി റദ്ദ് ചെയ്തുകൊണ്ട് മതമില്ലാത്ത നിരീശ്വരവാദപരമായ ഒരു പൊസിഷൻ സ്വീകരിക്കുന്നു സ്വതന്ത്ര സമുദായം എന്ന് ചില വാദങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ സ്വതന്ത്ര സമുദായം എന്താണ് ചെയ്യുന്നത്? സ്വതന്ത്ര സമുദായം ചെയ്യുന്നത് അവർണ ജനവിഭാഗങ്ങൾക്കിടയിലുള്ള വിമോചനാത്മകമായ ആധ്യാത്മിക ഭാവനകൾക്ക് അല്ല അദ്ദേഹം എതിരെ നിൽക്കുന്നത്. മറിച്ച് അടിത്തട്ട് സമൂഹത്തിന് വിമോചനാത്മകമായ മുന്നോട്ട് പോക്കിന് തടസ്സം സൃഷ്ടിക്കുന്ന ബ്രാഹ്മണ്യ ദൈവഭാവനകൾക്കെതിരായിട്ടാണ് സ്വതന്ത്ര സമുദായം നിലകൊള്ളുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ആധുനികമായ രീതിയിലുള്ള ഒരു ജനാധിപത്യ ഭാവനയാണ് സ്വതന്ത്ര സമുദായം എന്ന് പറയുന്ന ആശയത്തിലൂടെ ഈ മാധവൻ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ്. ഇന്ന് ഗാന്ധി ജയന്തിയാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഇതിനകത്ത് ചില പ്രധാനപ്പെട്ട ആശയങ്ങൾ സ്വതന്ത്ര സമുദായത്തിലുണ്ട്. അത് ഗാന്ധിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ചില സംവാദങ്ങളാണ്. ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നുണ്ട്, ഗാന്ധിയും ഗാന്ധിസവുമാണ് ദളിതരുടെ വിമോചനത്തിനുള്ള ഏറ്റവും വലിയ ശാപം എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഉന്നയിക്കപ്പെടാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത്, ഗാന്ധി അംബേദ്കറെ ഇങ്ങനെ പരസ്പരം രണ്ട് കോണുകളിൽ നിലനിർത്തി ഈ ഹിന്ദുത്വം ഇങ്ങനെ ഹിംസാത്മകമായിട്ട് വളരുന്നൊരു കാലഘട്ടത്തിൽ ഇവരെ ഇങ്ങനെ പരസ്പരം എതിര് നിർത്തി യുദ്ധം ചെയ്യിപ്പിക്കേണ്ടതുണ്ടോ എന്നൊരു വാദം ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ കാണേണ്ട പ്രശ്നം എന്ന് പറയുന്നത്, ഗാന്ധി മുന്നോട്ട് വെച്ച, അല്ലെങ്കിൽ ഗാന്ധിയിൽ തന്നെ നിലീനമായിരുന്ന ജാതിബ്രാഹ്മണ്യ മൂല്യബോധങ്ങളുണ്ടായിരുന്നു. ആ ജാതിബ്രാഹ്മണ്യ മൂല്യബോധങ്ങളെ കൂടി വളരെ ആഴത്തിൽ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ഈ പുസ്തകത്തിൽ എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. കാരണം ഗാന്ധി രാമരാജ്യത്തെ പറ്റി പറയുന്നു. അപ്പം നമ്മൾ പറയും രാമരാജ്യം എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്ന രാമനല്ല, അത് വേറെ രാമനാണ്, അത് കാരുണ്യത്തിൻ്റെ രാമനാണ്. നിങ്ങൾ പറയുന്ന കൃഷ്ണനല്ല, അത് സബ്വേഴ്സീവ് പൊട്ടൻഷ്യലുള്ള കൃഷ്ണനാണ്. നിങ്ങൾ പറയുന്ന രാമായണമല്ല, അത് ജഗദാനന്ദ കാരകത്വം നൽകുന്ന രാമായണമാണ്. ഇതൊക്കെ പറഞ്ഞ് ഇപ്പോൾ എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ, കേരളത്തിൽ ചാണകക്കുഴിയുടെ വലിപ്പം ഇപ്പോൾ വളരെയധികം വിസ്തൃതമായിട്ടുണ്ടെന്നുള്ളതാണ്. വളരെയധികം വിസ്തൃതമായിട്ടുണ്ട്. സ്വതന്ത്ര സമുദായത്തിൽ ഈ മാധവൻ പറയും, ഹിന്ദുക്കളുടെ വേദാന്തങ്ങളും പുരാണാദി ചപ്പുചവറുകളുമെല്ലാം അവർണരെ വെറും പട്ടികളെക്കാൾ നികൃഷ്ടമാക്കുവാനല്ലാതെ മറ്റെന്തിനാണ് ഉപകരിച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ രാമായണ സപ്താഹവും ഭാഗവത സപ്താഹവുമായിട്ട് നടക്കുന്ന പുരോഗമനകാരികൾക്കുള്ള മറുപടി കൂടിയാണ് ഈ മാധവൻ്റെ സ്വതന്ത്ര സമുദായം. അത് നിങ്ങൾ രാമൻ്റെ പുറകെ പോയതുകൊണ്ടോ കൃഷ്ണൻ്റെ പുറകെ പോയതുകൊണ്ടോ നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. ആത്യന്തികമായി നിങ്ങളുടെ സഞ്ചാരം ചാണകക്കുഴിയിലേക്കാണ് എന്ന സൂചനയാണ്, പാഠമാണ് സ്വതന്ത്ര സമുദായം മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞതുപോലെ,
നിങ്ങൾക്ക് ഒരേ സമയം ഒരു കയ്യിൽ ഭരണഘടനയും മറു കയ്യിൽ രാമായണമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. ഒന്നുകിൽ നിങ്ങൾ രാമായണ പ്രഭാഷണം നടത്തണം, അല്ലെങ്കിൽ ഭരണഘടനാ പ്രഭാഷണം നടത്തണം. രണ്ടും കൂടെ ഒരുമിച്ച് പോകത്തില്ല. രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ഒരാൾക്ക് മാത്രമേ കഴിയൂ. അത് ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നുണ്ട്. ഒരു കയ്യിൽ തത്വമസിയും മറു കയ്യിൽ ജാതി വ്യവസ്ഥയും കൊണ്ട് നടക്കാൻ ഒരു ബുദ്ധിശൂന്യന് മാത്രമേ കഴിയൂ എന്ന് വളരെ കൃത്യമായിട്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നുണ്ട്. അതുകൊണ്ട് സ്വതന്ത്ര സമുദായത്തിൻ്റെ സെമിനാർ നടത്തുന്നവർക്ക് രാമായണത്തിൻ്റെ സെമിനാർ നടത്താൻ പറ്റത്തില്ല. വിമർശനാത്മകമായിട്ട് സെമിനാർ നടത്താം. പക്ഷേ ഗാന്ധിയുടെ രാമരാജ്യം എന്നൊക്കെ പറഞ്ഞ സെമിനാർ നടത്തുമ്പോൾ സൂക്ഷിക്കണം. അത് ഈ മാധവനോട് ചെയ്യുന്ന ആത്മവഞ്ചനയാണ്. രണ്ടും കൂടെ പരസ്പരം ചേരത്തില്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് സ്വതന്ത്ര സമുദായം എന്ന് പറയുന്നത് കാലത്തെ അതിവർത്തിച്ചുകൊണ്ട് നമ്മുടെ വർത്തമാനകാല പ്രശ്നങ്ങളെ കൂടി ആഴത്തിൽ അഭിസംബോധന ചെയ്യുന്ന ഒരു പുസ്തകമാണ് സ്വതന്ത്ര സമുദായം എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ള കാര്യം. ഈ പുസ്തകം എല്ലാവർക്കും വായിക്കാൻ അവൈലബിളാണ്, എല്ലാവർക്കും ലഭ്യമായ പുസ്തകമാണ് എന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ഈ പുസ്തകത്തിലെ ചില കാര്യങ്ങൾ ഉദ്ധരിക്കാതെ കടന്നു പോകുവാൻ പ്രയാസമായതുകൊണ്ട് ചില വാചകങ്ങളിലൂടെ ഇതിവിടെ അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു. അതിൽ ഒരു ഭാഗത്തിൽ പറയുന്നത്, ഹിന്ദുമതത്തിലെ നമ്മുടെ താണനില മറ്റ് രാഷ്ട്രീയ അവകാശങ്ങളെയും സമഗ്രമായി ബാധിച്ചിട്ടുണ്ട് എന്ന് ഈ മാധവൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേവലം ഒരു വിശ്വാസത്തിൻ്റെ പ്രശ്നം മാത്രമല്ല എന്നും രാഷ്ട്രീയ അധികാരത്തിൻ്റെ പ്രശ്നം കൂടിയാണ് ഇത് വിമർശിക്കപ്പെടുന്നത് എന്നാണ് ഈ മാധവൻ സൂചിപ്പിക്കുന്നത്. രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് സ്വതന്ത്ര സമുദായം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്. സ്വതന്ത്ര സമുദായം കേവലം ഒരു മതവിമർശന ഗ്രന്ഥമോ ഹിന്ദുമത വിമർശന ഗ്രന്ഥമോ അല്ല, മറിച്ച് പ്രാതിനിധ്യ ജനാധിപത്യത്തിന് വേണ്ടിയുള്ള പുസ്തകത്തിൻ്റെ പേരാണ് സ്വതന്ത്ര സമുദായം എന്ന് പറയുന്നത്. അതുകൊണ്ട് അടിസ്ഥാനപരമായി സ്വതന്ത്ര സമുദായം ഉറപ്പിച്ചെടുക്കുന്നത് എന്തിനെയാണ്? പ്രാതിനിധ്യ ജനാധിപത്യത്തെയാണ്. അത് സഹോദരനയ്യപ്പൻ പറഞ്ഞ സാമുദായിക പ്രാതിനിധ്യം എന്ന് പറയുന്ന ജനാധിപത്യ അവകാശത്തിന് വേണ്ടിയാണ് ഈ പുസ്തകം നിലകൊള്ളുന്നത് എന്നുള്ളതാണ് ഒരു കാര്യം. തന്നെയല്ല, ഡോക്ടർ ബി ആർ അംബേദ്കർ കണ്ടതുപോലെ തന്നെ ഹിന്ദുമതത്തെ പരിഷ്കരിക്കുക അസാധ്യമാണ് എന്ന് അംബേദ്കറെ പോലെ തന്നെ വളരെ ആഴത്തിൽ ഈ മാധവനെ തിരിച്ചറിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഹിന്ദുമതത്തെ പരിഷ്കരിക്കുക എന്ന് പറയുന്നത് ഉള്ളിത്തൊലി പൊളിക്കുന്നത് പോലെയാണ്, ചെമ്പിൻ്റെ ക്ലാവ് മാറ്റുന്നത് പോലെയാണ്. അസാധ്യം. ഉള്ളിത്തൊലി പൊളിച്ചാൽ എന്തെങ്കിലും കിട്ടാനുണ്ടോ? ഒന്നുമില്ല. പരിഷ്കരിക്കാൻ സാധ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അവസാന കാലഘട്ടത്തിൽ എന്ത് ചെയ്തത്? ഈ മതത്തെ ഉപേക്ഷിച്ച് ബുദ്ധിസത്തിലേക്ക് അദ്ദേഹം പരിവർത്തനം ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് തരം ആശയങ്ങളാണ് ഇതിലുള്ളത്. അത് സഹോദരൻ അയ്യപ്പൻ പിന്താങ്ങുന്ന ചില ആശയങ്ങളുണ്ട്, നാരായണ ഗുരുസ്വാമികൾ പിൻപറ്റുന്ന ചില ആശയങ്ങളുണ്ട്. ഈ ആശയങ്ങളുടെ എല്ലാം ചില സമ്മിശ്ര രൂപങ്ങൾ നമുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ കഴിയും എന്നുള്ളതാണ്. സ്വതന്ത്ര സമാജത്തിൽ ഈ മാധവൻ എഴുതും, മണ്ണിൽ കൂടി ചവിട്ടി നടക്കാൻ, കുളത്തിലിറങ്ങി കുളിക്കാൻ, സ്കൂളിൽ കയറി പഠിക്കാൻ, കച്ചേരികളിൽ കയറി നീതി വാങ്ങാൻ എന്നു വേണ്ട ഏതിനും നാം ഹിന്ദുക്കളോട് പടവെട്ടേണ്ടി വന്നു. എത്രയോ നൂറ്റാണ്ടുകളാ നാം ഇങ്ങനെ ഇതുകൾക്കായി വഴക്കടിച്ച് കഴിയുന്നു. നമുക്ക് കിട്ടിയ മെച്ചമോ നരക ജീവിതം. ഒരു മതത്തിൽ തന്നെ പല സമുദായക്കാരുണ്ടെങ്കിലും അടുക്കാനും ഒന്നിക്കാനും ഒന്നും കഴിയാതെ തീണ്ടലും തൊടിയിലും മറ്റും പുലർത്തി കഴിയുന്ന മതം ഹിന്ദുമതമല്ലാതെ ലോകത്തിൽ അന്യമുണ്ടോ എന്നാണ് ഈ മാധവൻ ചോദിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിലാണ് നമ്മൾ ഇരിക്കുന്നത്. കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നിന്ന് ഇവിടുന്ന് എത്ര ദൂരമുണ്ട് എന്ന് പരിശോധിച്ചാൽ മതി. ഇപ്പോഴും ഒരു ഈഴവ സമുദായത്തിൽപ്പെട്ട കഴകക്കാരന് ജോലിയിൽ പ്രവേശിക്കാൻ ബ്രാഹ്മണരുമായിട്ട് പടവെട്ടേണ്ടി വരിക. വലിയ യുദ്ധമാണ് കോടതിക്കകത്ത് നടത്തേണ്ടി വരുന്നത്. ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു ശാന്തിക്കാരന് ജോലി കിട്ടണമെങ്കിൽ എന്ത് വേണം? ഭയങ്കര പ്രയാസം. ഒട്ടകത്തിന് സൂചിക്കുഴയിൽ കൂടി കടക്കാം, ശബരിമല മേൽശാന്തിയാകാൻ കഴിയില്ല. ആകാശത്തൂടെ പറക്കുന്ന കാക്ക ചിലപ്പോൾ മലർന്ന് പറന്നിരിക്കും. ഒരു ഈഴവന് കഴകക്കാരനും മേൽശാന്തിയുമാകാൻ അതിലേറെ പ്രയാസം. നാസയുടെ പേടകത്തിൽ കയറി നിങ്ങൾക്ക് ചന്ദ്രനിൽ പോകാൻ കഴിഞ്ഞേക്കാം, പക്ഷെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കോളേജ് അസിസ്റ്റൻറ്റ് പ്രൊഫസറാകാൻ ഒരു ദളിതനോ പിന്നാക്കക്കാരനോ കഴിയില്ല. നമ്മൾ പുരോഗമിച്ച് എവിടെ എത്തി വെച്ചാൽ പടവലങ്ങ പോലെ വളഞ്ഞ് മേളോട്ട നമ്മുടെ പുരോഗമനം. അതുകൊണ്ട്
മലയാളിയുടെ കപടമായ പുരോഗമനത്തിന് നേർക്കുള്ള നിശ്ചിതമായ വിമർശനമാണ് സ്വതന്ത്ര സമുദായം എന്ന് പറയുന്ന പുസ്തകം. അദ്ദേഹം വളരെ നിശ്ചിതമായിട്ട് ചില ആശയങ്ങൾ ഇതിൽ പങ്കുവെക്കുന്നുണ്ട്. അദ്ദേഹം പറയും, വസിഷ്ഠൻ്റെ കുശുമ്പും വിശ്വാമിത്രൻ്റെ ഡെമ്പും ദുർവാസാവിൻ്റെ ശുണ്ഠിയും പരാശരൻ്റെ കാമവും നാരദൻ്റെ ഏഷണിയും അല്പമെങ്കിലും ശമതമാദികളുള്ള ഒരുവനുണ്ടാകുന്നതാണോ? ഇത്തരക്കാരെയാണ് ഹിന്ദുക്കൾ ഋഷീശ്വരന്മാരായും വേദാന്തവേദ്യന്മാരായും മറ്റും കീർത്തിക്കുന്നത്. ഇവർ മദ്യവും സേവിച്ച് മാംസവും തിന്ന് മത്തുപിടിച്ച് മതിമറന്നു കിടക്കുമ്പോൾ എഴുതിയുണ്ടാക്കിയതാണ് വേദശാസ്ത്രാദികൾ എന്ന് പറഞ്ഞാൽ അവയുടെ ഉള്ളടക്കത്തെപ്പറ്റി ഊഹിക്കരുത് എന്ന് പറയുന്നുണ്ട്. വളരെ കൃത്യമായിട്ടുള്ള വിമർശനം. ഇന്നിത് പറഞ്ഞാൽ നമ്മുടെ തല കാണില്ല, എപ്പോൾ ജയിലിനകത്തായെന്ന് ചോദിച്ചാൽ മതി. ഇതുപോലെ ചോദിച്ച മറ്റൊരാളാണ് സഹോദരൻ അയ്യപ്പൻ. ഗാന്ധിയുടെ മുഖത്ത് നോക്കി സഹോദരൻ അയ്യപ്പൻ ചോദിച്ചു, യുവർ ശ്രീകൃഷ്ണ വാസ് എ റെഗുലർ മർഡറർ. നിങ്ങളുടെ കൃഷ്ണൻ ഒരു പരമ്പര കൊലയാളിയല്ലായിരുന്നോ? ഇതാണ് കേരള നവോത്ഥാനം എന്ന് പറയുന്ന അടിസ്ഥാനപരമായിട്ട് ഈ ബ്രാഹ്മണ്യ ഭാവനകളെ നിശ്ചിതമായി ചോദ്യം ചെയ്തു എന്നുള്ളതാണ്. പോത്തേരി കുഞ്ഞമ്പു ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൻ്റെ പേര് അധ്യാത്മരാമായണ നിരൂപണം എന്നാണ്. കേരള കൗമുദിയുടെ മഹാനായ പത്രാധിപർ എഴുതി, പോത്തേരി കുഞ്ഞമ്പുവിൻ്റെ അധ്യാത്മരാമായണ നിരൂപണം കേരളത്തിൽ വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചു എന്നാണ്. പോത്തേരി കുഞ്ഞമ്പുവിൽ നിന്ന് നമ്മൾ എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ നമ്മൾ രാമായണത്തെ മഹാഭാരതത്തിലും വിപ്ലവം തേടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. രാമൻ വിപ്ലവകാരി, കൃഷ്ണൻ വിപ്ലവകാരി, വിവേകാനന്ദൻ വിപ്ലവകാരി. ഇവിടെ വിപ്ലവകാരികളല്ലാത്ത ആരും എല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണ്. രാമനും കൃഷ്ണനും സരസ്വതിയും ഭാരതാംബയും മൊത്തം ഇപ്പോൾ നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരായിട്ട് പ്രമോഷൻ കൊടുത്തിരിക്കുക. പുരോഗമിച്ച് എവിടെ എത്തി എന്നുള്ളത് ഈ രീതിക്ക് നമ്മൾ പരിശോധിച്ചാൽ സ്വതന്ത്ര സമുദായത്തിൻ്റെ പ്രാധാന്യം നമുക്ക് പിടികിട്ടും. വർണ്ണാശ്രമം, സനാതനധർമ്മം എന്ന് പറയുന്ന ആശയം വളരെ ആഴത്തിൽ നമ്മുടെ സമൂഹത്തിൽ നിലീനമായിട്ടുള്ളൊരു കാര്യമാണ്. വർണ്ണാശ്രമം നല്ലതാണെന്നും ജാതി വ്യവസ്ഥയാണ് മോശമെന്നും പറയുന്നുണ്ട് ഒരേ സമയത്ത്. ഈ മാധവൻ പറയും, വർണ്ണാശ്രമമില്ലാത്ത ജാതിയും ജാതിയില്ലാത്ത വർണ്ണാശ്രമ ധർമ്മവുമില്ല. ജാതി കളഞ്ഞിട്ട് വർണ്ണാശ്രമം പുനഃസ്ഥാപിക്കാമെന്നുള്ള ഗാന്ധിയുടെ മോഹം വൃത്തത്തിൽ ചതുരമടിച്ച് കയറ്റുവാനുള്ള പാഴ്മോഹം തന്നെയാണ് എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ മാധവനും സഹോദരൻ അയ്യപ്പനും ഡോക്ടർ ബി ആർ അംബേദ്കറും ഒക്കെ തന്നെ ഗാന്ധിയുടെ ഈ നിലപാടുകൾക്കെതിരെ രംഗത്ത് വന്നത് എന്നാണ് നാം പരിശോധിക്കേണ്ട വിഷയം. സത്യാഗ്രഹത്തെ സംബന്ധിച്ച ചർച്ചയുടെ ഘട്ടത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നുണ്ട്, സാഹോദര്യത്തിന് വേണ്ടിയുള്ളതെല്ലാം സത്യമാണ്, സാഹോദര്യത്തിന് വേണ്ടിയുള്ളതെല്ലാം സത്യമാണ്. എന്നിട്ട് അംബേദ്കർ പറയും, ഈ വൈക്കത്ത് കടന്ന് ഈ പാവപ്പെട്ട ആളുകളല്ല ഈ അടികൊള്ളുന്നതിൻ്റെ പേരല്ല സത്യാഗ്രഹം. അടിക്കാൻ വന്നാൽ പ്രതിരോധിക്കണം. ഗാന്ധിയുടെ സത്യാഗ്രഹ മോഡൽ അടിസ്ഥാനപരമായിട്ട് എന്താ ചെയ്തത്? സവർണറുടെ അടി മുഴുവൻ കൊണ്ട് മഴയത്തും വെയിലത്തും വെള്ളപ്പൊക്കത്തിലും മുങ്ങിച്ചാകാനാണ് ഗാന്ധിയുടെ സത്യാഗ്രഹ മോഡൽ മുന്നോട്ട് വെക്കുന്ന ആശയം. നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞു, ഒരിക്കൽ ഒരു ഭക്തൻ, ഒരു അന്തേവാസി ഗുരുവിനോട് ചോദിച്ചു. ഗുരു അന്തേവാസിയോട് പറഞ്ഞു, നമുക്കൊരു വടി വേണം. അപ്പോൾ ഗുരു ഇങ്ങനെ പറഞ്ഞപ്പോൾ അന്തേവാസി ചോദിച്ചു, എന്തിനാണ് സ്വാമിക്ക് വടി? തൃപ്പാദങ്ങൾക്ക് എന്തിനാണ് വടി? അല്ല, നാമും സത്യാഗ്രഹത്തെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നറിഞ്ഞ് ആരെങ്കിലും ശിവഗിരിയിലേക്ക് വന്നാൽ അവർ നമ്മെ അടിക്കാൻ വടിയില്ലാതെ വിഷമിക്കരുതല്ലോ. ഗാന്ധിക്കെതിരായ വിമർശനമാണ്. കാരണം എല്ലാവരും കൈയും വടിയും എല്ലാം താഴെ വെച്ച് അടി കൊള്ളണമെന്നാണല്ലോ പറഞ്ഞത്. ആ മോഡലിനെ ഗുരു അംഗീകരിച്ചില്ല. പിറ്റിൻ്റെ റിപ്പോർട്ടിൽ വളരെ കൃത്യമായിട്ട് പിറ്റ് രേഖപ്പെടുത്തുന്നത് തൻ്റെ സമുദായം അനുഭവിക്കുന്ന ദുരിത പർവ്വങ്ങൾക്കെതിരായി നാരായണ ഗുരു അതിശക്തമായി നിലകൊണ്ടു എന്ന് പിറ്റിൻ്റെ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇതെല്ലാം പറയാൻ കാരണം എന്താണ്? ഇവിടെ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്, എന്തിനാണ് ഗാന്ധിയെ ഹിന്ദുത്വവാദികൾ കൊന്നത്? ഹിന്ദുത്വവാദികളെ കൊന്നതൊരു പ്രധാനപ്പെട്ട ആശയത്തിൻ്റെ പേരിലാണ്. അത് ഷിംല കോടതിയിലുള്ള ഗോഡ്സെയുടെ പ്രസ്താവനയിലൂടെ കടന്നുപോയാൽ നമുക്ക് ബോധ്യപ്പെടും. അദ്ദേഹം മുസ്ലിങ്ങൾക്ക് അനുകൂലമായി നിന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ഗോഡ്സെ കോടതിയിൽ പറയുന്നത്. പക്ഷേ അതേ സമയത്ത് തന്നെ ഗാന്ധിക്ക് നമ്മൾ ഇങ്ങനൊരു കാര്യം കാണുമ്പോൾ തന്നെ മറിച്ചൊരു വശം കൂടിയുണ്ട്. ഗാന്ധി മരിക്കുന്നത് വരെ അദ്ദേഹം തൻ്റെ വർണ്ണാശ്രമ മൂല്യബോധങ്ങളെ കൈയൊഴിഞ്ഞിരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഗാന്ധി എഴുതിയ പ്രബന്ധത്തിൻ്റെ പേര് കാസ്റ്റ് മസ്റ്റ് ഗോ എന്ന.
നമ്മൾ പൊതുവേ പറയുമല്ലോ 25-ലെ ഗാന്ധി അല്ല 30-ലെ ഗാന്ധി, 35-ലെ ഗാന്ധി അല്ല 36-ലെ ഗാന്ധി, 36-ലെ ഗാന്ധി അല്ല 40-ലെ ഗാന്ധി. ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. ഞാൻ തമാശയ്ക്ക് പറയുന്നതല്ല. പക്ഷേ വർണ്ണാശ്രമത്തെ സംബന്ധിച്ച ഗാന്ധിയുടെ നിലപാടുകൾ പരിശോധിക്കുമ്പോൾ ഒരു മാറ്റവും ഇല്ല. 36-ൽ ഗാന്ധി എഴുതിയ പ്രബന്ധത്തിൻ്റെ പേരെന്താ? കാസ്റ്റ് മസ്റ്റ് ഗോ. പ്രബന്ധത്തിൻ്റെ ടൈറ്റിൽ വായിക്കുന്നവർക്ക് തോന്നും, ഓ വിപ്ലവകരം, ജാതി പോകണമെന്നാണല്ലോ ഗാന്ധി പറഞ്ഞത്. പക്ഷേ പ്രബന്ധത്തിൻ്റെ ആദ്യത്തെ വരിയിൽ എന്താ എഴുതിയിരിക്കുന്നത്? പ്രബന്ധത്തിൻ്റെ ആദ്യത്തെ വരിയിൽ ഗാന്ധി പറയും, വർണ്ണാശ്രമം അതിൻ്റെ ഉൽപ്പത്തി കേന്ദ്രം എവിടെയാണ്? വേദങ്ങളിൽ നിന്നും ഇതിഹാസങ്ങളിൽ നിന്നും പുരാണങ്ങളിൽ നിന്നുമാണ് വർണ്ണാശ്രമധർമ്മം ഉണ്ടായത്. അതിൽ താൻ അഗാധമായി വിശ്വസിക്കുന്നു എന്നാണ് ഈ പ്രബന്ധത്തിലെ ആദ്യത്തെ വാചകം തന്നെ. ശിവഗിരിയിൽ ഗുരുവിൻ്റെ സമാധിക്ക് ശേഷം ഗാന്ധി വരുമ്പോഴും വർണ്ണാശ്രമധർമ്മത്തെ ഗാന്ധി പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. കൂർക്കഞ്ചേരിയിൽ ഈഴവർ കൊടുക്കുന്ന സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ടും വർണ്ണാശ്രമധർമ്മത്തെ ഗാന്ധി സ്ഥാപിക്കുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് ഈ വർണ്ണാശ്രമധർമ്മം നമുക്ക് വീണ്ടും ചർച്ച ചെയ്യേണ്ടി വരുന്നത്? വർണ്ണാശ്രമധർമ്മം അത്ര ആഴത്തിൽ നമ്മുടെ സമൂഹത്തെ പിടിമുറുക്കിയൊരു വ്യവസ്ഥാക്രമമായി ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നാരായണ മാഷ് ക്ഷേത്രക്രമത്തെ സംബന്ധിച്ചും ക്ഷേത്രാരാധന അനുഷ്ഠാനങ്ങളെ സംബന്ധിച്ചും ബ്രഹ്മസ്വം ദേവസ്വം മുതലായ അനുഷ്ഠാനങ്ങളെല്ലാം സംബന്ധിച്ച് സൂചിപ്പിച്ചു കഴിഞ്ഞു. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ നമ്മൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മാതൃഭൂമി വാരാന്തപ്പതിപ്പിൽ ഞായറാഴ്ചയാണല്ലോ അത് പ്രസിദ്ധീകരിക്കുക. അതിലേറ്റവും ഈ അടുത്തിടെ ഞാൻ വായിച്ചൊരു പ്രബന്ധത്തിൽ KP രാമനുണ്ണിയുടെ പ്രബന്ധത്തിൻ്റെ പേര് എഴുത്തച്ഛനെ വിമർശിക്കുന്നവരെ ഇതാണ് അധ്യാത്മരാമായണത്തിൻ്റെ സാരസ്വത രഹസ്യം എന്നായിരുന്നു KP രാമനുണ്ണിയുടെ പ്രബന്ധത്തിൻ്റെ പേര്. പറയുമ്പോൾ എല്ലാവരും കമ്മ്യൂണിസ്റ്റുകാരും പുരോഗമനകാരികളും ഒക്കെ എല്ലാവരും പുരോഗമനകാരികളാണ്, എല്ലാവരും സാഹിത്യ അക്കാദമിയുടെ ജനറൽ കൗൺസിൽ അംഗങ്ങളുമാണ്. പക്ഷേ എഴുതി പിടിപ്പിക്കുന്നത് മുഴുവൻ എന്താണെന്ന് ചോദിച്ചാൽ ഹിന്ദുത്വവാദത്തിന് അനുകൂലമായ കാര്യങ്ങളാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് രാമനുണ്ണിയുടെ പ്രധാനപ്പെട്ട വാദം? രാമനുണ്ണി പ്രധാനപ്പെട്ടൊരു വാദം ഉന്നയിക്കുന്നത് എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ പറയുന്ന കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാംബുജ ലീനവാംസു സഞ്ചയം മമ ചേതോദർപ്പണത്തിൻ്റെ മാലിന്യം അത് തീർത്ത് ചേതസി തെളിഞ്ഞിടുവാൻ വണങ്ങുന്നേൻ എന്നുള്ള ആ സ്തുതി യഥാർത്ഥത്തിൽ ബ്രാഹ്മണരെക്കുറിച്ചല്ല. പിന്നെ ആരെക്കുറിച്ചാണ്? അത് ജാതി ബ്രാഹ്മണരെക്കുറിച്ചല്ല പറയുന്നത്. പിന്നോ അത് ആധ്യാത്മികമായ വിമോചനം കൈവന്ന ബ്രാഹ്മണ്യം എന്ന് പറയുന്ന കർമ്മം, ബ്രാഹ്മണ്യം എന്ന് പറയുന്ന അവസ്ഥയെപ്പറ്റിയാണ് പറയുന്നത് എന്ന് വ്യാഖ്യാന ഫാക്ടറി എഴുതിയിരിക്കുക. സ്വതന്ത്ര സമുദായത്തിൽ ഈ മാധവൻ ഈ ശ്ലോകം ഉദ്ധരിക്കുന്നുണ്ട്. ശ്ലോകം മുഴുവനായിട്ട് ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഇപ്പം ചൊല്ലിയ ശ്ലോകത്തിൻ്റെ ബാക്കി ഞാൻ ഉദ്ധരിക്കാം. വേദത്തിനാധാര ഭൂതന്മാരി കാണായൊരു ഭൂദേവന്മാർ തദ്വരശാപാദികൾ ധാതൃശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം. എന്നിട്ട് മാധവൻ പറയും, പോരെ അവരുടെ വരശാപാദികൾ ത്രിമൂർത്തികൾക്കും സമ്മതമെങ്കിൽ മനുഷ്യരുടെ കാര്യം പറയേണ്ടതുണ്ടോ? ഇതിൽ കൂടുതൽ ബ്രാഹ്മണന് മേന്മയും മേധാവിത്വവും കൽപ്പിക്കേണ്ടതുണ്ടോ? ഹിന്ദു പുരാണങ്ങൾ എടുത്തു നോക്കിയാലും ബ്രാഹ്മണ മേധാവിത്വത്തെ സ്ഥാപിക്കാനുള്ള ഉപകഥകളും ശീലുകളും കാണാം. ഇവ വായിക്കുന്ന ഏതൊരു ഹിന്ദുവിനും ബ്രാഹ്മണ ഭക്തി ഉണ്ടാകാതെ ഇരിക്കുവാൻ വയ്യ. ഒരു പ്രധാനപ്പെട്ട വാചകം. സൽഗുണസമ്പന്നനായും ഈശ്വരാവതാരമായും വർണ്ണിക്കപ്പെട്ടിരിക്കുന്ന ശ്രീരാമൻ ചത്ത ബ്രാഹ്മണക്കുട്ടിയെ ജീവിപ്പിക്കുവാൻ വേണ്ടി തപോനിഷ്ഠനായ ശൂദ്രനെ കൂടി വധിക്കുമെങ്കിൽ ബ്രാഹ്മണ സേവയ്ക്കും പ്രീതിക്കും വേണ്ടി ആരെന്തു ചെയ്യുകയില്ല എന്നാ ഈ മാധവൻ പറയുന്നത്. നോക്കൂ, ഈ പുസ്തകം എഴുതി 1 നൂറ്റാണ്ട് പൂർത്തിയാകുമ്പോൾ മാതൃഭൂമിയിൽ വീണ്ടും ലേഖനം വരികയാണ്. എഴുത്തച്ഛനെ വിമർശിക്കുന്നവരെ ഇതാണ് അധ്യാത്മരാമായണത്തിൻ്റെ സാരസ്വത രഹസ്യം. ഈ സാരസ്വത രഹസ്യത്തെ വളരെ മുൻകൂട്ടി കണ്ട് ഈ സാരസ്വത രഹസ്യം തനിജാതി ബ്രാഹ്മണ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ് വിമർശിക്കാൻ ധൈര്യം കാട്ടിയ ആളുടെ പേരെന്താണ്? ഈ മാധവനെന്ന. മറ്റൊരു കണ്ടുപിടുത്തം, ഇത് പറയാതെ പോകാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് കേട്ടോ. കാരണം ഈ നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നറിയാമോ? കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ജാതി മൂല്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് പുരോഗമനകാരികളായിട്ട് ജീവിക്കാൻ പറ്റും. അതാണ് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത. ജാതി വളരെ സുരക്ഷിതമായിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും.
എല്ലാവരും ജാതിയില്ലാത്തവർ, എല്ലാം മനുഷ്യരും ജാതിയില്ലാത്തവരാ, ആർക്കും ജാതിയില്ല. പക്ഷേ വൈസ് ചാൻസലർ നിയമനം വരുമ്പോൾ വളരെ കൃത്യമായിട്ട് ദേവസ്വം ബോർഡ് കോളേജിൻ്റെ അസിസ്റ്റൻ്റ് പ്രൊഫസർ തസ്തിക വിളിക്കുമ്പോൾ അറിയാം എല്ലാം പുരോഗമനകാരികളാണ്. സാഹിത്യ അക്കാദമി, സംഗീത നാടക അക്കാദമി, ഇങ്ങനെ കേരളത്തിൽ ഒരുപാട് അക്കാദമികളുണ്ട്. അതിനകത്ത് ചെയർമാന്മാരായിട്ട് ആളുകളെ നിയമിക്കുമ്പോൾ അപ്പോൾ അറിയാം നമ്മുടെ പുരോഗമനത്തിൻ്റെ എങ്ങനെയാണ് പുരോഗമനം വെളിപ്പെടുന്നത് എന്നുള്ളത്. എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ കേരളത്തെ സംബന്ധിച്ച് നിരീക്ഷണം നടത്തിയിട്ടുള്ള പണ്ഡിതരായ സാമൂഹ്യ ശാസ്ത്രജ്ഞൻ പറഞ്ഞിട്ടുള്ളതുപോലെ ജാതിക്കുള്ളിൽ ജാതി വ്യവസ്ഥയുമായി ജീവിക്കുന്നവരാണ് മലയാളികൾ എന്ന് പറയുന്നുണ്ട്. EMS എഴുതിയ പുസ്തകത്തിൻ്റെ പേര് കേരളം മലയാളികളുടെ മാതൃഭൂമി എന്നാണ്. പക്ഷേ മലയാളി എന്ന് പറയുന്നൊരു സ്വത്വം ഇതുവരെ നിർമ്മിക്കപ്പെട്ടിട്ടില്ല. കാരണം മലയാളി എന്ന് പറയുന്ന സ്വത്വം നിർമ്മിക്കപ്പെടണമെങ്കിൽ എന്ത് വേണം? ജാതിമൂല്യബോധങ്ങളെ കൈയൊഴിയണം. നിർഭാഗ്യവശാൽ മലയാളികൾ ജാതിമൂല്യബോധങ്ങളെ കൈയൊഴിയാത്തതിനാൽ അവർ ഇപ്പോഴും ജാതിക്കകത്ത് തന്നെ ജീവിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ജാതിക്കകത്ത് തന്നെ ജീവിക്കുന്ന മലയാളികൾക്കുള്ള വിമർശനമാണ് സ്വതന്ത്ര സമുദായം എന്നുള്ളതാണ് പ്രധാനമായും സൂചിപ്പിക്കാനുള്ളത്. ചില കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംഭാഷണം അവസാനിപ്പിക്കാം. ഉച്ച കഴിഞ്ഞുള്ള പ്രസംഗം എന്ന് പറയുന്നത് എന്താ പറയുന്നത്, ഞങ്ങളൊക്കെ നാരായണമാഷ് കാലടി സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളിലൊക്കെ ഇരുന്നിട്ടുള്ളൊരു സ്റ്റുഡൻറ്റ് കൂടിയായിട്ടാണ് ഞാൻ. അദ്ദേഹം കൂത്തിനെ സംബന്ധിച്ചും കഥകളിയൊക്കെ സംബന്ധിച്ചും വളരെ ദീർഘമായ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ഞങ്ങൾ വളരെ ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ലാസ്സുകളാണെന്ന് ഓർക്കണം, വളരെ ജാഗരൂകരായിട്ട് ക്ലാസ്സിലിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു വിദ്യാർത്ഥി കൂടിയാണ് ഞാനെന്ന് ഓർക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ലാസ്സുകളെന്ന് പറയുന്നത് ഇല്ല, തീർച്ചയായിട്ടും ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഉറങ്ങാതെ ഒരാളെ പിടിച്ചിരുത്തുക എന്ന് പറയുന്നത്, ഉച്ചയ്ക്ക് ശേഷമുള്ള സെമിനാറുകളിൽ ഉറങ്ങാതെ ഒരാളെ പിടിച്ചിരുത്തുക എന്നുള്ളത് വളരെ പ്രയാസമാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ ഉള്ളത്. മറ്റു ചില കാര്യങ്ങൾ കൂടി മാധവൻ പറയുന്നുണ്ട്. കാരണം മാധവൻ്റെ സ്വതന്ത്ര സമുദായത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ചില ഉദ്ധരണികളിലൂടെ കൂടി കടന്നു പോകേണ്ടി വരും. സംസ്കൃത സാഹിത്യത്തിലെ മഹാനായ സൈദ്ധാന്തികൻ, സാഹിത്യകാരൻ കാളിദാസൻ്റെ രഘുവംശത്തിനും കുമാരസംഭവത്തിനും വ്യാഖ്യാനം എഴുതിയ മല്ലിനാഥൻ പറയും, നാ മൂലം ലിഖ്യതേ കിഞ്ചിത് ന അനപേക്ഷിതമുച്യതേ, നാ മൂലം ലിഖ്യതേ കിഞ്ചിത് ന അനപേക്ഷിതമുച്യതേ. തെളിവില്ലാതെ ഞാനൊന്നും പറയില്ല, കാര്യകാരണയുക്തിയില്ലാതെ ഞാനൊന്നും അവതരിപ്പിക്കില്ല എന്ന് മല്ലിനാഥൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മല്ലിനാഥനെ പിന്തുടരുന്നൊരു സംസ്കൃത വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് മാധവനെ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ വിശദീകരിക്കുകയാണെങ്കിൽ കുറേയേറെ നന്നായിരിക്കും എന്നുള്ള അർത്ഥത്തിലാണ് ഇത്തരം കാര്യങ്ങൾ ഇവിടെ ഉദ്ധരിക്കാൻ ശ്രമിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ ഗ്രന്ഥം പറയും, ഹിന്ദുമതത്തെ പരിഷ്കരിക്കുന്നതിൽ എളുപ്പം ചെമ്പിൻ്റെ ക്ലാവ് മാറ്റി ശുദ്ധീകരിക്കുകയാണ്. ഹിന്ദുമതത്തെ പരിഷ്കരിക്കുന്നതിൽ എളുപ്പം ചെമ്പിൻ്റെ ക്ലാവ് മാറ്റി ശുദ്ധീകരിക്കുകയാണ്. എന്തുകൊണ്ടാണ് മാധവൻ ഇങ്ങനെ പറയാൻ കാരണം? ഇതിൽ തന്നെ നിന്നുകൊണ്ട് ഇന്ത്യയിലെ വ്യത്യസ്ത സമുദായങ്ങൾക്ക് ഒരു സ്വതന്ത്ര നില കൈവരിക്കുവാൻ ഇത് അനുവദിക്കുകയില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് മാധവൻ എന്ത് ചെയ്യുന്നത്? സ്വതന്ത്ര സമുദായം എന്ന് പറയുന്ന സങ്കല്പം മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ മാത്രമേ അധികാരത്തിലേക്ക്, രാഷ്ട്രീയ പ്രാതിനിധ്യത്തിലേക്ക് കടന്നു ചെല്ലുവാൻ കഴിയൂ എന്ന് പറയുന്ന ഒരു വളരെ ദീർഘവീക്ഷണം സ്വതന്ത്ര സമുദായത്തിലുണ്ട് എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ട അടിസ്ഥാനപരമായ ഒരു പ്രശ്നം. ഈ ഒരു സാമൂഹ്യ ഭാവന നാരായണ ഗുരുവിൻ്റെ ചിന്തകളിലും നാരായണ ഗുരുവിൻ്റെ എഴുത്തിലും നമുക്ക് വളരെ ആഴത്തിൽ ദർശിക്കാൻ കഴിയും എന്നുള്ളതാണ്. അതാണ് നാം ജാതിമത ഭേദങ്ങൾ വിട്ടിട്ട് ഇപ്പോൾ ഏതാനും സംവത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഗുരു ചെയ്യുന്ന എന്താണ്? സ്വതന്ത്ര സമുദായത്തിൽ മാധവൻ പറഞ്ഞതുപോലെയുള്ള ജാതിയെയും മതത്തെയും അതിവർത്തിക്കുന്ന, അതിനെ വിട്ടിട്ടുള്ള ഒരു സമുദായ ഭാവനയിലേക്ക് ഗുരു എത്തിച്ചേർന്നുവെന്നും അത്തരമൊരു നിലയാണ് തൻ്റേതെന്നുമാണ് ഗുരു പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് മാധവൻ്റെ സ്വതന്ത്ര സമുദായം പരാജയപ്പെട്ട ഒരു പുസ്തകത്തിൻ്റെ പേരല്ല, മറിച്ച് നാരായണ ഗുരുവിലൂടെ വിജയിച്ച ഒരു പുസ്തകത്തിൻ്റെ പേരാണ് സ്വതന്ത്ര സമുദായം എന്ന് പറയുന്നത്. പൊതുവെ പറയാറുണ്ട് പരാജയപ്പെട്ട പുസ്തകമാണ്, ഈഴവർക്കിടയിൽ പോലും പരാജയപ്പെട്ട പുസ്തകമാണ് എന്ന് പൊതുവെ പറയാറുണ്ട്. അങ്ങനെ പരാജയപ്പെട്ടൊരു പുസ്തകമല്ല, ഒരു
വിജയിച്ച പുസ്തകമാണ്. ആ വിജയിച്ച പുസ്തകം നാരായണ ഗുരുവിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. തന്നെയല്ല ഈ പുസ്തകത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഈ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ മിതവാദി വളരെ വിപുലമായിട്ടൊരു ആമുഖം എഴുതുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട്, ഇത് ഈഴവരെ മാത്രം ബാധിക്കുന്നൊരു വിഷയമല്ല, ഈഴവരെ സംബന്ധിച്ചൊരു കാര്യം മാത്രമല്ല, ദളിതരെ സംബന്ധിച്ചും ഇത് വളരെ പ്രധാനമാണ് എന്ന് പറയുന്നുണ്ട്. കാരണം ഹിന്ദുമതത്തിൽ നിലനിൽക്കുന്നതോടുകൂടി എന്താണ് സംഭവിക്കുന്നത്? ആ മതത്തിൻ്റെ അടിമയായി പോകുന്നു എന്നുള്ളതാണ്. അതിലെ ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങൾക്കനുസരിച്ച് നമ്മൾ ശ്രേണീകരിക്കപ്പെടുകയും അതിൻ്റെ മൂല്യബോധങ്ങൾക്കകത്ത് നമ്മൾ ജീവിക്കേണ്ടി വരുന്നൊരവസ്ഥാവിശേഷം ഉണ്ടാകും. അതുകൊണ്ട് ഈ മാധവൻ പങ്കുവെക്കുന്ന ആശയം എന്താണ്? ഈ മാധവൻ പങ്കുവെക്കുന്ന ആശയം നിങ്ങൾ ബ്രാഹ്മണ മതത്തിൽ നിന്നും മോചിക്കപ്പെടണമെന്നുള്ളതാണ്. അതാണ് സ്വതന്ത്ര സമുദായത്തിൻ്റെ വർത്തമാനകാല പ്രാധാന്യം എന്തെന്ന് ചോദിച്ചാൽ, ഹിംസാത്മകമായി ഹിന്ദുത്വം നമ്മുടെ രാജ്യത്തെ, നമ്മുടെ മനുഷ്യരെ അഗാധമായി പിടിമുറുക്കുന്നൊരു കാലത്ത് സ്വതന്ത്ര സമുദായം ബ്രാഹ്മണ്യത്തിൽ നിന്നും ബ്രാഹ്മണിസത്തിൽ നിന്നുള്ള മോചനത്തിന് ശക്തമായ ആഹ്വാനം നൽകുന്നു എന്നുള്ളതാണ്. ഡോക്ടർ ബി ആർ അംബേദ്കർ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എഴുതി, ഏതൊരു യുക്തിയും നിഷേധിക്കുന്ന, ധാർമ്മികതയുടെ ഏതൊരു ഭാഗവും നിഷേധിക്കുന്ന വേദങ്ങളും ശാസ്ത്രങ്ങളും ഡൈനാമിറ്റ് വെച്ച് തകർക്കണം എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ എഴുതി. സമാനമായ മറ്റൊരു വാചകം സ്വതന്ത്ര സമുദായത്തിൽ ഈ മാധവൻ എഴുതി. ഹിന്ദുക്കളുടെ വേദാന്തങ്ങളും പുരാണാദി ചപ്പുചവറുകളുമെല്ലാം അവർണരെ വെറും പട്ടികളെക്കാൾ നികൃഷ്ടരാക്കുവാനല്ലാതെ മറ്റെന്തിനാണ് ഉപകരിച്ചിട്ടുള്ളത് എന്ന് ഈ മാധവൻ ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം അംബേദ്കർ സൂചിപ്പിച്ചതുപോലെ ഈ ബ്രാഹ്മണ മതത്തിൻ്റെ വിശ്വാസ പന്താവുകൾ ഉപേക്ഷിക്കണമെന്നാണ്. അതിൻ്റെ അർത്ഥം ഈഴവരും ദളിതരും ബഹുജനങ്ങളും എല്ലാം നിരീശ്വരവാദികളായിട്ട് നാളെ കേരള യുക്തിവാദി സംഘത്തിൽ മെമ്പർഷിപ്പ് എടുക്കണമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. മറിച്ച് ബ്രാഹ്മണിസത്തിൽ നിന്ന് മോചിക്കപ്പെടണം. ഇത്രയും കാലം നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവങ്ങളെല്ലാം പൂണൂലിട്ട ദൈവങ്ങളാണ്. എല്ലാ ദൈവങ്ങളും പൂണൂലിട്ട ദൈവങ്ങളെയാണ് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. പൂണൂലിടാത്തൊരു ദൈവസങ്കല്പത്തെ നമുക്ക് അറിഞ്ഞുകൂടാ. യഥാർത്ഥത്തിൽ പൂണൂലിടാത്തൊരു ദൈവസങ്കല്പത്തെ ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് നാരായണ ഗുരുസ്വാമികളാണ്. നമുക്ക് കൈകൊണ്ട് തൊടാവുന്ന അസ്പൃശ്യതയില്ലാത്തൊരു ദൈവസങ്കല്പത്തെ നാരായണ ഗുരുസ്വാമികൾ മുന്നോട്ട് വെച്ചു. അതുകൊണ്ട് ഗുരുസ്വാമികൾ ദൈവദശകത്തിൽ എഴുതി, ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിന്ന് ഞങ്ങളെ. കയ്യിൽ തൊടുന്ന ദൈവം. അതിനു മുമ്പ് അങ്ങനെ ദൈവം ഇല്ലായിരുന്നു. ആരുടെയും തൊടാൻ പറ്റത്തില്ലല്ലോ. ദൈവം ആരെയും തൊടത്തില്ല. ഇങ്ങനെ തൊടാത്ത ദൈവത്തിൽ നിന്നും തൊടുന്ന ദൈവസങ്കല്പങ്ങളിലേക്കുള്ള മാറ്റം വിമോചനാത്മകമായൊരു മാറ്റമാണ്. അതുകൊണ്ട് സ്വതന്ത്ര സമുദായ അടിസ്ഥാനപരമായിട്ട് ചെയ്യുന്ന എന്താണ്? ചാതുർവർണ്ണ്യത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് ജാതികളല്ലാത്ത തുല്യനിലയിലുള്ള സമുദായങ്ങളായിട്ട് നിലനിൽക്കുക എന്നുള്ളതാണ്. സമുദായം എന്ന വാക്ക് ഉദയം കൊള്ളുന്നത് സമ ഉദയം എന്നുള്ള വാക്കിൽ നിന്നും. എല്ലാവരും തുല്യമായി ഉദയം ചെയ്യപ്പെടുന്നവരാണ്. തുല്യ നിലയിലുള്ള അധികാരവും അവകാശങ്ങളും സാമൂഹ്യ തുല്യതയും ഈ സമുദായത്തിലെ എല്ലാ അംഗങ്ങൾക്കും വേണം. സമുദായങ്ങൾ ശാക്തീകരിക്കപ്പെടുന്നതിലൂടെ മാത്രമേ ഇന്ത്യൻ ജനാധിപത്യം ശാക്തീകരിക്കപ്പെടുകയുള്ളൂ. എല്ലാവരും ഒറ്റയടിക്ക് വർഗമായി മാറിയാൽ ഇന്ത്യൻ ജനാധിപത്യം ശാക്തീകരിക്കപ്പെടത്തില്ല. അത് മറ്റു പല നിലകളിൽ നമ്മൾ വർഗമെന്ന് പറയുകയും ചെയ്യും. പക്ഷേ അധികാരത്തിൻ്റെ പങ്കുവെക്കൽ വരുമ്പോൾ വർഗമില്ല, ജാതി മാത്രമേ ഉള്ളൂ. അതാണ് നമ്മൾ വർഗമാണെന്ന് പറയും, ക്ലാസ് ആണെന്ന് പറയും. പക്ഷേ പ്രയോഗത്തിൽ ക്ലാസ് ആണോ കാസ്റ്റ് ആണോ? പ്രയോഗത്തിൽ നമ്മൾ കാസ്റ്റ് മാത്രമേ കാണുന്നുള്ളൂ. അപ്പം പ്രയോഗത്തിൽ നിലനിൽക്കുന്ന നമ്മുടെ ജീവിത രീതികളിൽ, ജീവിത മൂല്യങ്ങളിൽ ആഴത്തിൽ നിലയുറപ്പിച്ചിട്ടുള്ള ജാതിമൂല്യബോധങ്ങളെ കൈയൊഴിയണമെങ്കിൽ എന്ത് വേണം? നമ്മൾ സമുദായങ്ങളായിട്ട് മാറണം. തുല്യ നിലയിൽ തുല്യ സമത്വമുള്ള മനുഷ്യരായിട്ട് നമുക്ക് മാറാൻ കഴിയണം. അതിന് ജാതിയുടെ ശ്രേണീകൃതത്വത്തെ മറികടക്കാൻ കഴിയണം. ജാതിയുടെ ശ്രേണീകൃതത്വത്തെ മറികടന്ന് തുല്യ മനുഷ്യരെന്ന് പറയുന്നൊരു സാമൂഹ്യ ഭാവനയാണ് സ്വതന്ത്ര സമുദായം ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് ആമുഖമായി ചില വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ.